നമസ്കാരം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ കൂളാകുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഇന്ന് ഏഷ്യൻ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. നിഫ്റ്റി അതിൻ്റെ റെസിസ്റ്റൻസ് സോണായ 25,900 ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകുന്നത്. കൂടാതെ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനുകളിലായി മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാണ്. കഴിഞ്ഞ ദിവസവും മോർണിംഗ് ഹാഫിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് നീങ്ങുകയും സെക്കൻഡ് ഹാഫിൽ സെല്ലിംഗ് പ്രഷർ വരികയും ചെയ്തു. ഈ രീതിയിലുള്ള വോളറ്റൈൽ സെഷനും കൂടാതെ നിഫ്റ്റിയിൽ ഷാർപ്പ് മൂവ്മെൻറ്റും ഇന്നത്തെ ദിവസവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ഭാരതി എയർടെൽ. ഭാരതി എയർടെൽ, സിഗ്നൽ തുടങ്ങിയ കമ്പനികളിലെ ഷെയർ സബ്സ്ക്രിപ്ഷൻ എഗ്രിമെൻറ്റിൽ വന്ന ചില മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലും ഭാരതി എയർടെൽ എന്ന കമ്പനിയുടെ കീ പൊസിഷൻ ഹോൾഡേഴ്സിൻ്റെ മാറ്റത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പാർഷ്യൽ പെയ്ഡ് ഷെയർസുമായി ബന്ധപ്പെട്ട ഫൈനൽ കോൾ ഡേയും ഇന്നാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാം. ടെലികോം സെക്ടറിലെ വോഡാഫോൺ ഐഡിയയും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വോഡാഫോൺ ഐഡിയ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി 3,300 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടെലികോം സെക്ടറിലെ ഭാരതി എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് IT സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം IT സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. അസഞ്ചറിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ IT സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യേണ്ടത്. അസഞ്ചറിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ റവന്യൂ 6% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് $18.7 ബില്യൺ ഉയർന്നിട്ടുണ്ട്. കൂടാതെ കമ്പനി അതിൻ്റെ ഗ്രോത്ത് ഗൈഡൻസ് ഉയർത്തുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IT സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. IT സെക്ടറിൽ തന്നെ HCL ടെക് എന്ന കമ്പനി ടെലികോ സൊല്യൂഷൻസിനു വേണ്ടി HP എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവെച്ചതുകൊണ്ട് HCL ടെക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കൂടാതെ രാംകോ സിമൻറ്റ് നെക്സ്റ്റ് ജനറേഷൻ ഏവിയേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പവർ ഹൗസ് എഞ്ചിനുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവെച്ചതുകൊണ്ട് രാംകോ സിസ്റ്റം എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇൻഡെക്സ് റീജിക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡിഗോ എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാം. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസിനെ സെൻസെക്സിൽ നിന്നും മാറ്റി ഇൻഡിഗോ ആ സ്ഥാനത്തേക്ക് വരികയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡിഗോയിൽ $314 മില്യൺ ഫണ്ട് ഇൻഫ്ലോ വരുന്നുണ്ട്. അതേസമയം ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസിൽ നിന്നും $190 മില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. അതോടൊപ്പം ബജാജ് ഹോൾഡിംഗ്, വാരി എനർജി, പ്രീമിയർ എനർജീസ്, സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകൾ F&O സെക്ടറിലും ലഭ്യമായി തുടങ്ങും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കുകളെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഹെക്സാവെയർ ടെക് എന്ന കമ്പനി സോഫ്റ്റ് ക്രിലിക് ടെക് സൊല്യൂഷൻസ്, മൊബിക്വിറ്റി, സോഫ്റ്റ് ടെക് തുടങ്ങിയ കമ്പനികളെ ഹെക്സാവെയർ ടെക്കുമായി മെർജ് ചെയ്യുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ നേടിക്കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹെക്സാവെയർ ടെക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. മിശ്രധാതു നിഗം ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 121 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കമ്പനിയുടെ ടോട്ടൽ ഓർഡർ ബുക്കിൽ 2,520 കോടി രൂപയുടെ ഓർഡറാണുള്ളത്. അതുകൊണ്ട് മിശ്രധാതു നിഗം ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ഉദയം അഗ്രോ ഫുഡ്സ് എന്ന കമ്പനിയുടെ കൺട്രോളിംഗ് സ്റ്റേക്കുകൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡറി കമ്പനിയായ റിലയൻസ് കൺസ്യൂമർ അക്വയർ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സിമൻറ്റ് സെക്ടറിലെ നീരജ് സിമൻറ്റ് എന്ന സ്റ്റോക്കിലും ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. നീരജ് സിമൻറ്റിന് 322 കോടി രൂപയുടെ സിമൻറ്റ് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡർ റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ മിനിസ്ട്രിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീരജ് സിമൻറ്റ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. മാക്സ് ഹെൽത്ത് കെയർ എന്ന കമ്പനി 450 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ പൂനെയിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 1000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തയ്യാറെടുത്തിട്ടുണ്ട്. അതുകൂടാതെ HUL എന്ന കമ്പനി ട്രാൻസാക്ഷൻ സസ്റ്റൈനബിൾ എനർജി സർവീസ് എന്ന കമ്പനിയുടെ 1 കോടി ഷെയറുകൾ 10 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. BPCL എന്ന കമ്പനി ഗ്യാസിഫിക്കേഷൻ പ്രോജക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ കോൾ ഇന്ത്യയുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് BPCL എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്